ശബരിമലയിലെ അരിവാരലിനിടെ പണവും മോഷ്ടിച്ചു. 5 താൽക്കാലിക ജീവനക്കാരുടെ അറസ്റ്റുടൻ. ശബരിമല സന്നിധാനത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന അരി ശേഖരിക്കുന്നതിനിടെ അരിയോടൊപ്പം വീഴുന്ന പണം മോഷ്ടിച്ച് പോസ്റ്റ് ഓഫീസിലൂടെ നാട്ടിലേക്ക് അയച്ചെന്ന കേസിൽ 5 താൽക്കാലിക ജീവനക്കാരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്ന് സൂചന. അടൂർ ചൂരക്കോട് സ്വദേശി ആർ പ്രദീപ്, തിരുവനന്തപുരം വിതുര സ്വദേശി ബിജുകുമാർ, കൊല്ലം നെടുവത്തൂർ സ്വദേശി എസ് ബൈജു, പുനലൂർ കരവാളൂർ സ്വദേശികളായ ആർ അജിമോൻ, അരുൺകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലത്താണ് സംഭവം നടന്നത്. സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലൂടെ അസാധാരണമായി പണം അയച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദിവസവേതനക്കാരായ പ്രതികൾക്ക് 650 രൂപയാണ് പ്രതിദിന കൂലി. ഈ തുക മകരവിളക്ക് കഴിഞ്ഞ് ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് പതിവ്. എന്നാൽ ഇതിനിടെ ഇവർ വലിയ തുകകൾ നാട്ടിലേക്ക് അയച്ചതോടെയാണ് സംശയം ബലപ്പെട്ടതും അന്വേഷണം ആരംഭിച്ചതും. സന്നിധാനത്തിലെ പോസ്റ്റ് ഓഫീസ്, ബാങ്ക് ശാഖകൾ എന്നിവ വഴിയുള്ള ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായ ചിലരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ 5 പേരും അരിവാരലിനിടെ പണം മോഷ്ടിച്ചതായി സമ്മതിച്ചതായാണ് പോലീസ് റിപ്പോർട്ട്. ഇവരെല്ലാം ചേർന്ന് ഏകദേശം 3.79 ലക്ഷം രൂപയാണ് അയച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ആർ പ്രദീപ് 1,38,00,000 രൂപ, ബിജുകുമാർ 1,07,00,000 രൂപ, എസ് ബൈജു 52,700 രൂപ, ആർ അജ്മോൻ 47,400 രൂപ, അരുൺകൃഷ്ണൻ 27,910 രൂപ എന്നിങ്ങനെയാണ് തുകകൾ. മഞ്ഞളും കുങ്കുമവും കലർന്ന നോട്ടുകൾ നാട്ടിലേക്ക് അയക്കുന്നതായി സന്നിധാനത്തിലെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ശ്രദ്ധയിൽപ്പെടുത്തി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു വിജിലൻസിനെ അറിയിച്ചത്. തുടർന്ന് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. ദേവസ്വം വിജിലൻസിന്റെ പരിശോധന തുടരുകയാണ്. കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് സംഘം.